പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ജഗന്നിയന്താവായ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള 10 കാര്യങ്ങൾ. രണ്ടാമത് പഠിക്കുന്നത് മഹദിയായ ഫാത്തിമ ബീവി ചൊല്ലിയ അത്ഭുതകരമായ 3 ദിക്റുകളാണ്. ഇന്ന് ഫാത്തിമ ബീവിയുടെ ആണ്ടിന്റെ ദിവസമാണ്. ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. പറഞ്ഞവരൊക്കെ ആ അൽഹംദുലില്ലാ കമന്റിൽ ഒന്ന് എഴുതി വിടണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏതൊരു സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യനും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിലേക്ക് അടുക്കണമെന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് അടുത്താലേ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടണമെങ്കിൽ ജഗന്നിയന്താവായ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കണം, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണം, അള്ളാഹുവിലേക്ക് അടുക്കണം. ഇൻഷാ അള്ളാഹ് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള 10 കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതോടൊപ്പം തന്നെ ഫാത്തിമ ബീവി ജീവിതത്തിൽ ചൊല്ലിപ്പോന്നിരുന്ന അത്ഭുതകരമായ പവർഫുള്ളായ 3 ദിക്റും നമ്മൾക്ക് പഠിക്കാം. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾക്ക് മുത്തുനബി പഠിപ്പിച്ചു തന്ന ഒന്നാമത്തെ മാർഗം ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, അർത്ഥം ചിന്തിക്കലോടുകൂടെ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക എന്നുള്ളതാണ്. പരിശുദ്ധമായ റമളാൻ മാസത്തിലാണ് നമ്മൾ ഉള്ളത്. റമളാൻ മാസമാണെങ്കിലോ പരിശുദ്ധ ഖുർആനിന്റെ വാർഷികമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ധാരാളം പരിശുദ്ധ ഖുർആൻ ഓതുക. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി അള്ളാഹു തന്നെ തുറന്നു നൽകുകയാണ്. ഖുർആനിന്റെ ബറക്കത്തും ഖുർആനിന്റെ എല്ലാ പുണ്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ഖുർആൻ ഓതുന്ന വീട്ടില് ശാന്തിയും സമാധാനവും ഉണ്ടാകുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതുക. സഹാബിമാരൊക്കെ എല്ലാ ദിവസവും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തിരുന്നു. ഒരൊറ്റ ദിവസം പോലും അവർക്ക് ഖുർആൻ ഓതാത്ത ദിവസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ കാണാവുന്നതാണ്. അതുകൊണ്ട് ധാരാളം ഖുർആൻ ഓതലാണ് അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒന്നാമത്തെ വഴി. അതുപോലെ തന്നെ രണ്ടാമത്തെ വഴി സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ ധാരാളം സുന്നത്ത് നിസ്കരിക്കണം. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുമുള്ള ആ റവാത്തിബ് നിസ്കാരങ്ങൾ നാം ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല. അതിൻ്റെയൊക്കെ ശ്രേഷ്ഠതകൾ എത്രയാണ്! സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്തിനെ കുറിച്ച് മഹാനായ നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്: റക്അത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവിലുള്ളത് മുഴുവനും നമ്മൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഖൈറായത് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ഭാഗ്യം ലഭിക്കലാണ്. അത്ര പോരിശയുണ്ട് സുബ്ഹിന്റെ മുമ്പുള്ള 2 റക്അത്തിന്. അങ്ങനെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും മുമ്പുമുള്ള റവാത്തിബ് നിസ്കാരങ്ങൾക്ക് വ്യത്യസ്തമായ ശ്രേഷ്ഠതകളുണ്ട്. തഹജ്ജുദ് നിസ്കരിക്കണം, ളുഹ നിസ്കരിക്കണം, വിത്ർ നിസ്കരിക്കണം, തറാവീഹ് നിസ്കരിക്കണം. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ അധികരിപ്പിച്ചാൽ അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്, മസാല അബ്ദി ബിന്നവാഫിലി യഖ്റുബു. എന്റെ അടിമ എന്നിലേക്ക് എത്തുന്നത് സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതുപോലെ മൂന്നാമത്തെ കാര്യം, ധാരാളം ദിക്റുകൾ ചെല്ലുക. നമുക്ക് ഒരുപാട് ദിക്റുകൾ അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊരു ദിക്റാണ്, അത് ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ്. അതോടൊപ്പം തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അതൊരു ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദി അസ്തഗ്ഫിറുല്ലാഹ് അത് മറ്റൊരു ദിക്റാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ അത് മറ്റൊരു ദിക്റാണ്. അൽഹംദുലില്ലാഹ് അതൊരു ദിക്റാണ്. അല്ലാഹു അക്ബർ അതൊരു ദിക്റാണ്. ഇങ്ങനെ അറിയുന്ന ദിക്റുകളൊക്കെ നമ്മളെ നാവിലൂടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക.
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹനെ ഓർക്കാതെ, അല്ലാഹ്ക്ക് ദിക്ർ ചെല്ലാതെ നിനക്ക് സമാധാനം ഉണ്ടാകൂല, സന്തോഷം ലഭിക്കൂല, നിന്റെ ടെൻഷൻ മാറൂല. ഇതല്ല ഖുർആനിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് എത്താനുള്ള മൂന്നാമത്തെ വഴി ധാരാളം ദിക്റുകൾ ചൊല്ലുക എന്നുള്ളതാണ്. മൻകാന ആഖിറു കലാമിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ പിന്നെ ഒന്നും നോക്കണ്ട, അവൻ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ ജീവിതകാലത്ത്, ജീവിച്ചിരിക്കുന്ന സമയത്ത് ധാരാളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നാലാമത്തെ കാര്യം അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അള്ളാഹു ചില ആളുകളെ പ്രത്യേകമായി സ്നേഹിക്കും. ആ പ്രത്യേകമായി സ്നേഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ചേരാൻ വേണ്ടി ആഗ്രഹിക്കുക, മനസ്സിൽ കൊതിക്കുക. അതിന് തടസ്സമൊന്നുമില്ലല്ലോ. അതാണ് നാലാമത്തെ കാര്യം. അഞ്ചാമത്തെ കാര്യം അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെടുക. അസ്മാഉൽ ഹുസ്ന പഠിക്കാൻ ശ്രമിക്കുക. ഒന്ന് കമന്റിൽ എഴുതി വിട്ടാണ്. പലർക്കും സിനിമാ നടന്മാരെ പേരറിയും, ക്രിക്കറ്റ് കളിക്കാരുടെ പേരറിയും, അതുപോലെ തന്നെ സീരിയൽ നടിമാരെ പേരറിയും, മറ്റുള്ള മന്ത്രിമാരുടെയും എല്ലാ ആളുകളുടെ പേരും അറിയും. അള്ളാന്റെ 99 പേര് കാണാതെ ചോദിച്ചാൽ പല ആളുകൾക്കും അറിയൂല. അള്ളാഹു പഠിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലി ദുആ ചെയ്യുക, എല്ലാ ദിവസവും അസ്മാഉൽ ഹുസ്ന ചൊല്ലുക. എന്നാൽ അള്ളാഹുവിലേക്ക് എത്താനുള്ള ഒരു വഴി അള്ളാഹു തുറന്നു നൽകും. അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സർവ്വ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ റഹ്മാനെ. അതുപോലെ ആറാമത്തെ കാര്യം, അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കണ്ണ് തന്നു, കാല് തന്നു, മൂക്ക് തന്നു, മക്കളെ തന്നു, വീട് തന്നു, കുടുംബം തന്നു, ആരോഗ്യം തന്നു, അതുപോലെ തന്നെ ഈ മജ്ലിസ് കേൾക്കാനുള്ള ഭാഗ്യം തന്നു. ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് അല്ലെ. ആ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യണം, നന്ദി ചെയ്യണം. നന്ദി ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മൾക്ക് ലഭിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്തു തരുമ്പോ ഒരു അൽഹംദുലില്ലാ പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കും. സലാത്തുൽ ഫാത്തിഹ അതിൽ ചൊല്ലും. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുക. ധാരാളം ആളുകൾ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് അതുകൊണ്ട് ഫലം ലഭിക്കുന്നുണ്ട്. പ്രയാസങ്ങൾ മാറി, സങ്കടങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾക്കും പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ ആ മജ്ലിസിൽ പങ്കെടുക്കണം. രാവിലെ 6 മണിക്ക് പങ്കെടുക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഇരിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ പങ്കെടുക്കുക, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഏഴാമത്തെ കാര്യം അഹങ്കാരം ഒഴിവാക്കുക. നമ്മൾക്ക് അഹങ്കരിക്കാൻ ഒരു അർഹതയുമില്ല. ഖുലിഖൽ ഇൻസാനു ലഈഫ. അല്ലാഹ് ഖുർആനിലൂടെ പറഞ്ഞു, മനുഷ്യരെ നാം ബലഹീനരായി സൃഷ്ടിക്കപ്പെട്ടു. നമ്മളൊക്കെ ബലഹീനരാണ്, നമുക്കൊന്നിനും കഴിയൂല. നമ്മൾ അഹങ്കരിച്ച് നടന്നാൽ അള്ളാഹു നമ്മളെ നശിപ്പിക്കും. അഹങ്കരിച്ചവരൊക്കെ നശിച്ചിട്ടുണ്ട്. ഫിർഔൻ ഞാനാണ് വലിയ റബ്ബെന്ന് പറഞ്ഞു. ഫിർഔനെ അള്ളാഹു നൈൽ നദിയിൽ മുക്കിക്കളഞ്ഞു. നമ്രൂദ് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ അഹങ്കരിച്ചു, നമ്രൂദിനെ അള്ളാഹു നശിപ്പിച്ചു. അങ്ങനെ ഏത് അഹങ്കാരികളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാലും അവരൊക്കെ നശിച്ച ചരിത്രമേ നമ്മൾക്ക് വായിക്കാൻ കഴിയൂ, മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മൾ ആരുമല്ല, നമ്മൾ അള്ളാന്റെ പടപ്പുകളാണ്. അള്ള തരുന്ന അനുഗ്രഹമല്ലാതെ നമ്മളെ കയ്യിൽ ഒന്നുമില്ല. പിന്നെന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കരിക്കുന്നത്? അള്ളാഹു നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ഏഴാമത്തെ കാര്യം അള്ളാഹുവിനെ ഓർത്ത് കരയുക. അള്ളാഹുവിനെ ഓർത്ത് കരയണം. അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കരയണം. ദുആ ചെയ്യുന്ന സമയത്ത് നമ്മളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊട്ടണം. പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട്. അതിനുള്ള ഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് സജ്ജനങ്ങളുമായി കൂട്ടുകൂടുക. നമ്മൾ കൂട്ടുകാരെ സെലക്ട് ചെയ്യുമ്പോൾ നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, മതവുമായി ബന്ധമുള്ള, ഇസ്ലാമുമായി ബന്ധമുള്ള ആളുകളെയാണ് നമ്മൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളെ മക്കളോടും അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ കുറെ കള്ളുടിക്കുകയും കഞ്ചാവും വലിച്ചു നടക്കുന്ന ആളുകളുമായി കൂട്ടുകൂടിയാൽ നമ്മളെ മക്കളെ സ്വഭാവം അതുപോലെയാകും. അപ്പൊ സജ്ജനങ്ങളുമായി, സ്വാലിഹീങ്ങളുമായി, പണ്ഡിതന്മാരുമായി നമ്മൾ കൂട്ടുകൂടി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുന്നതിന് തടസ്സമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അള്ളാഹുവിനെ ഓർക്കുന്നതിന് തടസ്സമാകുന്നത് നമ്മുടെ ജോലിയാണെങ്കിൽ ആ ജോലി ഒഴിവാക്കേണ്ടി വരും.
അത് മുഅ്മിനീങ്ങൾക്കേ കഴിയൂ. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുന്നതിന് തടസ്സമാകുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക. അതാണ് 10ാമത്തെ കാര്യം. ഈ 10 കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയും, അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയും, അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹു ഈ 10 കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇന്ന് മഹദിയായ ഫാത്തിമ ബീവിയുടെ ആണ്ടിന്റെ ദിവസമാണ്. ആരാണ് ഫാത്തിമ? മുത്തുനബിയുടെ പ്രിയപ്പെട്ട മകളാണ്. ഫാത്തിമ ബീവിയുടെ ഉമ്മയാണ് ഖദീജ റളിയല്ലാഹു അൻഹു. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. സ്വർഗ സ്ത്രീകളുടെ സെക്രട്ടറിയാണ് മഹദിയായ ഫാത്തിമ ബീവി. ആ ഫാത്തിമ ബീവി വഫാത്തായ ദിവസമാണ് പ്രിയമുള്ളവരെ. ഫാത്തിമ ബീവിക്ക് പ്രയാസങ്ങൾ വന്നപ്പോ, വീട്ടുജോലി ചെയ്ത് ശരീരമാകെ ക്ഷീണിച്ചു പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ കൊടുത്ത അത്ഭുതകരമായ 3 ദിക്റുണ്ട്. ഈ 3 ദിക്റുകൾ ഫാത്തിമ ബീവി ചൊല്ലി വലിയ ഐശ്വര്യം ഫാത്തിമ ബീവിക്ക് അള്ളാഹു കൊടുത്തു. എന്റെ പ്രിയമുള്ളവരെ, ഏതാണ് ആ ദിക്റ്? സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. അങ്ങനെ 100 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു നിറവേറ്റി തരും. വീട്ടുജോലി ചെയ്ത് ക്ഷീണിക്കുന്ന അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകൂല. നല്ല ആരോഗ്യത്തോടുകൂടെ മക്കളെ നോക്കാൻ, വീട്ടുജോലി ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുകയാണ്. ആത്മീയമായ ഒരുപാട് പുരോഗമനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകും. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈ ദിക്ർ ഉറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലുക. ഫാത്തിമ ബീവിയോട് അള്ളാഹിന്റെ റസൂല് ഉറങ്ങുന്നതിന്റെ മുമ്പ് ഈ 3 ദിക്ർ ചൊല്ലിയിട്ടേ ഉറങ്ങാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34. അള്ളാഹു ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവേ, ഞങ്ങളെ ഖൽബ് നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. ഫാത്തിമ ബീവിയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ക്ലാസ് നീ സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളെ ഖൽബിലുള്ള എല്ലാ പ്രയാസങ്ങളും നീ അകറ്റിത്തരണേ അല്ലാഹ്. സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ റബ്ബേ. എല്ലാ തടസ്സങ്ങളും നീക്കിത്തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.